ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഐപാഡാണ്. ഐപാഡ് 11th Gen 128GB ഇന്റേണൽ സ്റ്റോറേജ് വരുന്ന ഒരു മോഡലാണ് നമ്മുടെ ഇന്നുള്ളത്. നമുക്കിനി വരുന്നത് 16 കോർ ന്യൂറൽ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു ഐപാഡിന് വരുന്നത്. നമുക്കിത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൂവി കാണാനോ അല്ലെങ്കിൽ ചെറിയ വേർഡിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് മെയിൻലി നമ്മൾ ഈ ഒരു ഐപാഡ് A16 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. ഭയങ്കരമായ പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഐപാഡ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ പരിപാടികളെല്ലാം നടക്കാൻ വേണ്ടി മൂവീസ് കാണാനോ അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർഡിനകത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ നമ്മൾ A17 Pro ഐപാഡ് മിനി നമ്മൾ അൺബോക്സ് ചെയ്തായിരുന്നു. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് കുറച്ചും കൂടെ നമുക്കൊരു പവർഫുൾ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. A17 Pro ഞാൻ ഓൾറെഡി പറഞ്ഞു A17 Pro ആണ്. ഇതിനകത്താകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഇതിനകത്ത് നടക്കും, കുഴപ്പമൊന്നുമില്ല. ഇത് ഇപ്പോൾ ബേസ് സ്റ്റോറേജ് 128 ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓടും. ഇതിനകത്ത് വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം ഏതാ പറയുക FCP അടക്കം നമുക്ക് വർക്ക് ചെയ്യും. നമ്മുടെ ഈ ഒരു ഐപാഡ് മിനിയിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ FCP അടക്കം വർക്ക് ചെയ്യും. അതാണ് നമുക്ക് ഈ ഒരു ഐപാഡ് മിനിയിലേക്ക് വരുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പരിപാടികളൊന്നും നടക്കത്തില്ല. അത്യാവശ്യം VN പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. സോ അത് വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് എന്താ പറയുക FCP നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി ജനറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്കിനി എന്തായാലും അൺബോക്സ് ചെയ്യാം. നമ്മുടെ സാധാരണ ഏതൊരു ആപ്പിൾ പ്രൊഡക്റ്റ് പോലെ നമുക്ക് ഈ ഒരു പുൾ സ്ട്രിപ്പാണ് രണ്ട് സൈഡിലുള്ളത്. നമ്മളിത് പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ സാധനം വരും. ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മെയിൻ മുതൽ. ഇത് നമുക്ക് തൽക്കാലത്തേക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് വരുന്നത് ഇതുപോലെ നമുക്ക് ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആ ഒരു ആപ്പിളിൻ്റെ ലോഗോ അല്ലെങ്കിൽ സ്റ്റിക്കർ ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഇത് ഞാൻ സ്റ്റിക്കറില്ല. പൊതുവേ ഇതിൻ്റെ ഒരു പഴയ ജനറേഷൻ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ നമുക്ക് വരുമ്പോഴത്തേന് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ആപ്പിൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ബുക്കും പേപ്പറും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത് ഒരു 20 വോൾട്ടിൻ്റെ ഒരു USB Type-C to Type-C ചാർജിങ് ബ്ലോക്ക് വരുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ബ്രേഡഡ് കേബിൾ ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഈ ഒരു പെട്ടിക്കകത്ത് വരുന്നില്ല. നമുക്കിത് തിരിച്ചു വെക്കാം. നമുക്കിനി നമ്മുടെ മെയിൻ മോഡലിലേക്ക് വരാം. ഇതിൻ്റെ ഈ കളർ വരുന്നത് നമുക്കൊരു ബ്ലൂ കളറാണ് വരുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺറാപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഐപാഡ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇത് അടയ്ക്കാം തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐപാഡിൻ്റെ ആ ഒരു ബ്ലൂ ഒക്കെ അത്യാവശ്യം എന്താ ഒരു റോയൽ ബ്ലൂ ആ ഒരു ടിൻ്റുള്ള കളറാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വരുമ്പോഴത്തേനും നമുക്കൊരു ക്യാമറയാണ് വരുന്നത്. ആ ഒരു ക്യാമറ കാണാം. അതുപോലെ നമുക്ക് ആ ഒരു മൈക്കിൻ്റെ ആ ഒരു ചെറിയൊരു ഡോട്ട് ഇവിടെ കാണാൻ പറ്റും. അല്ലാണ്ട് ഫ്ലാഷ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ പവർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പവർ ബട്ടണിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് റീഡർ വരുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 2 സ്പീക്കർ ഇവിടെയും 2 സ്പീക്കർ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റീരിയോ സെപ്പറേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത്യാവശ്യം നല്ല സൗണ്ടാണ്. ആപ്പിളിൻ്റെ സൗണ്ട് സിസ്റ്റം അത്യാവശ്യം എപ്പോഴും ടോപ്പ് ഓഫ് ദ നോച്ചാണ്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല 2 സ്പീക്കർ 2 അല്ല 4 സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് USB Type-Cൻ്റെ ചാർജിങ് പോർട്ടാണ് വരുന്നത്. അതല്ലാണ്ട് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെന്താ ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയൊരു 3 ഡോട്ട് കാണാൻ പറ്റും. നമുക്ക് ആ ഒരു കീബോർഡൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാനും അതുപോലെ നമുക്കിവിടെ വേണമെങ്കിൽ ആ പെന്ന് നമ്മൾ കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ ആ ഒരു കേസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും.
ഇതാണ് നമ്മുടെ എന്താണെങ്കിലും ഐപാഡ്. നമുക്കിനി ജസ്റ്റ് ഇതിന് ഓൺ ആക്കാം. പവർ ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓൺ ആവും. ഇപ്പോൾ നമുക്ക് ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഇനീഷ്യൽ ഹലോൻ്റെ ആ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്കിനി നേരെ മേളിലോട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഇംഗ്ലീഷ്, കാനഡ, പിന്നെ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ഇത് നമുക്ക് മിറർ ചെയ്തല്ല, നമുക്ക് രണ്ടും കൂടെ ഒരു യൂസറിൻ്റെ അണ്ടറിൽ നമുക്കിത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. ഇപ്പം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഫോണിൽ നിന്ന് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്യാമറ കൊണ്ട് ഒന്ന് എടുത്തു കഴിയുമ്പോൾ കുറച്ചും കാണിച്ചു തരാം. നമുക്ക് ഇതേപോലെ ഒരു സ്ക്രീൻ വരും. ഇപ്പോൾ നമുക്ക് പാസ്വേഡ് ചോദിച്ചായിരുന്നു. പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്തു. അത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ഇനീഷ്യൽ സെറ്റപ്പിൻ്റെ ആ ഒരു സ്ക്രീൻ വരും. നമ്മുടെ ഐഫോണുമായിട്ട് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു യൂസറിൻ്റെ അണ്ടറിൽ നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടച്ച് ID അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് അത് സെറ്റപ്പ് ലേറ്റർ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് നമ്മുടെ ഐക്ലൗഡിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ തൽക്കാലത്തേക്ക് ഇതിനകത്തോട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇതിൻ്റെ വൈഫൈൻ്റെ സെറ്റിങ്സ് ശരിക്കും നമുക്കിത് ലോഗിൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് ആഡ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി നമുക്ക് വൈഫൈ നമ്മുടെ ഡിവൈസിൽ ഫോണിലേക്ക് കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തും അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കണക്റ്റഡ് ആയി. നമുക്കിനി ബാക്കി അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല. അങ്ങനെ നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇതിൻ്റെ ഒരു സ്ക്രീൻ വരുന്നത്. നല്ല ഒരു ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് 11 ഇഞ്ചിൻ്റെ IPS ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് വരുന്നത്. നമുക്ക് നമുക്ക് ഈ ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ഇതിനകത്തോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നല്ല ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് യൂട്യൂബൊക്കെ ആണെങ്കിലും പ്ലേ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നമുക്ക് തൽക്കാലം ഒരു 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇതിനകത്തൊരു ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ല അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി വരുന്നത്. നല്ല അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഒരു ഐപാഡിൻ്റെ വിശേഷങ്ങൾ. ഐപാഡിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഷെയർ ചെയ്ത് അത്യാവശ്യം നല്ലൊരു വലിയ സ്ക്രീനിൽ 11 ഇഞ്ചിൻ്റെ ആ സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഡിസ്പ്ലേയുമാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിനകത്ത് കാണാൻ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കീബോർഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലിപ്പ് കീബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത്യാവശ്യം വേർഡ് പരിപാടികളൊക്കെ ഇതിനകത്ത് നടക്കും. അല്ലെങ്കിൽ PDF അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മെയിൽസ് നമുക്ക് നോക്കാൻ, അങ്ങനത്തെ പരിപാടികൾ, അങ്ങനത്തെ ചെറിയ പരിപാടികളെല്ലാം ഇതിനകത്ത് നടക്കും. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പിള്ളേരൊക്കെ അവർക്കിപ്പോൾ കാർട്ടൂൺ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ലൊരു കേസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ റേറ്റ് ഇല്ലാത്തതുകൊണ്ട് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കേസൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പിള്ളേർക്ക് അവരുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ പരിപാടികളൊക്കെ ആണല്ലോ, നമുക്ക് ക്ലാസ്സുകൾ ഓൺലൈനൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ ടീംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫ്രണ്ടിൽ നമുക്ക് സെൻട്രൽ സ്റ്റേജൊക്കെ ഉള്ള അത്യാവശ്യം ഒരു നല്ല ക്യാമറ വരുന്നുണ്ട്, ബാക്കിൽ നല്ലൊരു ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ നടക്കും. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് 128 GB നമുക്ക് ഇതിനകത്ത് ബേസ് സ്റ്റോറേജ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ട്. നേരത്തെ ഇതിനകത്ത് 64 ആയിരുന്നു, അതൊക്കെ ഇപ്പോൾ ആപ്പിൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് 128ലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കും. A16 ആണ് നമുക്ക് ഇതിനകത്ത് പ്രോസസ്സർ വരുന്നത്. അതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പരിപാടികളൊക്കെ നടക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു സാധനമാണ്. നമുക്ക് വലിയൊരു റേറ്റും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഒരു $500 അകത്തൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഐപാഡ് A17 Pro വരുന്നുണ്ട്. A17 Pro വരുമ്പോഴത്തേനും നമുക്ക് ചെറിയ ഇത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ. സ്ക്രീൻ വളരെ ചെറുതാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഇതൊരു 5-6 ഇഞ്ചിൻ്റെ കണ്ടേ സ്ക്രീൻ ഇതിനകത്ത് വരുന്നുള്ളൂ. കുറച്ച് പ്രോസസ്സർ കുറച്ചും കൂടെ സ്ട്രോങ് ആണെന്നേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ ഞാൻ ഇതായിരിക്കും കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുക. ഇതിൻ്റെ വലിയ സ്ക്രീൻ വരണമെങ്കിൽ ഐപാഡിൻ്റെ എയറോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോ വേർഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് പരിപാടികളൊക്കെ നടക്കും. അല്ലാണ്ട് ബേസിക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കിത് തന്നെ ധാരാളമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. താങ്ക്